ഹായ് അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ ഈ ഒരു ചൂടുകാലത്ത് എനിക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിങ് റെസിപ്പിയാണ്. അപ്പോൾ ആ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ അവിടെ ചെറിയൊരു കഷ്ണം ബത്തക്ക എടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ കുരുവൊന്നും മാറ്റിയിട്ടില്ല, അങ്ങനെ തന്നെ എടുത്തത്. അപ്പോൾ കുരുവൊന്നും പെടാണ്ട് തന്നെ നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് അധികം കൂടി പോകണ്ട കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ല തണുപ്പിച്ച പാൽ കേട്ടോ. ഞാൻ കുറച്ചായിട്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ലിറ്റർ പാലൊക്കെ നിങ്ങൾക്ക് എടുക്കണ ഭാഗത്തേക്ക് എത്രയാണോ അതിന് അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ഈ ഒരു സമയത്ത് ഒരു ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എഡിറ്റ് ആക്കി പോയതാട്ടോ. അപ്പോൾ ഏലക്കയും കൂടി പോകരുത്, കാരണം അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് അടിച്ച് വന്നിട്ട് ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജ്യൂസിൻ്റെ താഴെ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം ഞാൻ ഒഴിക്കാണ്ട് വെച്ചത് അതിലാട്ടോ കുരു ഉണ്ടാവുക. അപ്പോൾ ആ കുരുള്ള ഭാഗം ഒന്ന് മാറ്റിയാൽ മതി. അപ്പോൾ ജ്യൂസിൽ കുരുവൊന്നും പറ്റില്ല കേട്ടോ. എന്നിട്ട് ബത്തക്കയുടെ ചെറിയൊരു പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കുക കേട്ടോ. എത്ര ചെറുതാക്കി കട്ടാക്കണോ അത്രയും ചെറുതാക്കി കട്ടാക്കി എടുക്കുക. ഇതിങ്ങനെ ജ്യൂസിൽ ഇട്ട് കൊടുക്കാനാട്ടോ. ജ്യൂസിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ നമ്മളെ മുഹബത്ത് കാ ഷർബത്ത് ഉണ്ടാക്കണമല്ലേ, ബത്തക്ക വെച്ചിട്ട് ഉണ്ടാക്കണമെന്ന് ആ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഐക്കാർട്ടിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അത് ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസിൽ ബത്തക്ക ചെറുതാക്കി കട്ടാക്കിയില്ല, അതും കുറച്ച് കസ്കസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മൾ ഈ ഒരു ബത്തക്കയുടെ സർബത്ത് റെഡി ആയിട്ടോ. അപ്പോൾ ഈ ഒരു വാട്ടർമെലൻ്റെ സർബത്ത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ബൈ.